ഹലോ, വെൽക്കം ടു ദി ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എത്ര ടൈപ്പ് ലിസ്റ്റുകളുണ്ടെന്നും അതെന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ടോപ്പിക് കൂടി ഉണ്ട്, നെസ്റ്റഡ് ലിസ്റ്റ്. നെസ്റ്റഡ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന്, അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം. എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ്. അതായത് ഇപ്പോൾ അൺഓർഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റിൻ്റെ ഉള്ളിൽ അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഓർഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലിസ്റ്റുകൾ പ്ലേസ് ചെയ്യുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പ്രോഗ്രാം വൈസ് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യനാണ് നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ആദ്യം നോക്കുക, ഫിഗർ 5.6. അതിൽ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്, പിന്നെ കുറച്ച് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. കൺസിഡർ ദ ഡിവൈസസ് ഓഫ് എ കമ്പ്യൂട്ടർ, വി ക്യാൻ ലിസ്റ്റ് സം ഓഫ് ദം ആസ് ഫോളോസ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡേർഡ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 1 ഇൻപുട്ട് ഡിവൈസസ്, 2 ഔട്ട്പുട്ട് ഡിവൈസസ്, 3 മെമ്മറി ഡിവൈസസ്. അങ്ങനെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഉള്ളിൽ വേറൊരു അൺഓർഡേർഡ് ലിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 1 ഇൻപുട്ട് ഡിവൈസസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അത് സർക്കിൾ ഷേപ്പിലാണ് അത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസസിൽ സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേലും സർക്കിൾ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൽ മുകളിലത്തൊന്നും ഞാൻ പറയുന്നില്ല, ബോഡിയിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. ആ BG കളർ വന്നിട്ടുണ്ട്, വെബ് പേജിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഹെഡിങ് ആണ്, അത് H2ൽ അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് കൊടുത്തു. H2 ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ ടെക്സ്റ്റ് എഴുതുന്നു, കൺസിഡർ ദ ഡിവൈസസ് ഓഫ് എ കമ്പ്യൂട്ടർ, വി ക്യാൻ ലിസ്റ്റ് സം ഓഫ് ദം ആസ് ഫോളോസ്. അതുപോലെ തന്നെ അതിൽ വന്നു. ഇനിയാണ് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഓർഡേർഡ് ലിസ്റ്റ് ആണ് അല്ലേ, പുറമേ ഉള്ളത് ഓർഡേർഡ് ആണ്, ഉള്ളിലാണ് അൺഓർഡേർഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള ആളെയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ OL ടാഗ് ഓപ്പൺ ചെയ്തു. OL ടാഗ്. ഇനി OL ടാഗിൽ ഫസ്റ്റത്തെ ഐറ്റം ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ ആ ഐറ്റം വരണമെങ്കിൽ എന്ത് വേണം, LI ടാഗിൽ ഇൻപുട്ട് ഡിവൈസസ് എന്ന് എഴുതി LI ക്ലോസ് ചെയ്തു. ഇനി ആ ഇൻപുട്ട് ഡിവൈസസിൻ്റെ ഉള്ളിലാണ് ഒരു അൺഓർഡേർഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് UL ടാഗ് ഓപ്പൺ ചെയ്തു. അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള UL ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഓരോ LI എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. LI കീബോർഡ്, LI മൗസ്, LI സ്കാനർ, LI MICR. അത് കഴിഞ്ഞു UL ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഐറ്റം വരണം, ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ. അപ്പോൾ നമ്മൾ LI ടാഗിൽ എഴുതി ഔട്ട്പുട്ട് ഡിവൈസസ്, എന്നിട്ട് LI ക്ലോസ് ചെയ്തു. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ രണ്ടാമത്തെ ഐറ്റം അവിടെ വന്നു, ഔട്ട്പുട്ട് ഡിവൈസസ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അൺഓർഡേർഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി, UL ടാഗ് ഓപ്പൺ ചെയ്ത്, സ്ക്വയർ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ടൈപ്പ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയണം, ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് LIയിൽ ഓരോ ഐറ്റംസ് എഴുതി, പ്രിൻറ്റേഴ്സ്, മോണിറ്റേഴ്സ്, സ്പീക്കേഴ്സ് എഴുതി. അൺഓർഡേർഡ് കഴിഞ്ഞു, UL ടാഗ് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് മെമ്മറി ഡിവൈസസ്, ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഐറ്റമാണ്. അപ്പോൾ നമ്മൾ LIയിൽ മെമ്മറി ഡിവൈസസ് എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടൊരു അൺഓർഡേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ UL ഓപ്പൺ ചെയ്ത് ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഓരോ LI ടാഗിലും ഓരോ ഐറ്റംസ് നമ്മൾ എഴുതി കൊടുത്തു. ഹാർഡ് ഡിസ്ക്, CD-ROM, ഫ്ലാഷ് ഡ്രൈവ്, എന്നിട്ട് UL ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് ക്ലോസ് ചെയ്യുക, OL ടാഗ് കൂടെ ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എക്സാമിന് ഒരു ലിസ്റ്റ് ഇങ്ങനെ ഔട്ട്പുട്ട് തന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ പ്രോഗ്രാം എഴുതേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഔട്ടർ ആയിട്ടുള്ളത് തന്നിട്ടുള്ളത് അൺഓർഡേർഡ് ആണോ ഓർഡേർഡ് ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് വേണം ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രിയേറ്റിംഗ് ലിങ്ക്സ്.
ലിങ്ക് എന്ന് പറയുന്നത് എന്താ? ഇപ്പം നമ്മൾ വെബ് പേജിൽ ഒരു ബ്ലൂ ലൈനിൽ അണ്ടർലൈൻ ചെയ്തിട്ടൊരു ഇത് കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് കാണാറുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകാറുണ്ട്, വേറെ വെബ് പേജിലേക്കോ വേറെ കണ്ടന്റിലേക്കോ അങ്ങനെയൊക്കെ അത് പ്ലേസ് ആയി പോകാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലിങ്ക് പറ്റിയിട്ട് മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കാം. എ ഹൈപ്പർ ലിങ്ക് ഈസ് എൻ എലമെൻറ്റ്, എ ടെക്സ്റ്റ് or an image in a web page that we can click on and move to another document or another section of the same document. ഈ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും ലിങ്കിനെ. ഈ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റോ ഒരു ടെക്സ്റ്റോ ഒരു ഇമേജോ എന്തെങ്കിലും ഒരു കണ്ടൻറ്റോ ആയിരിക്കാം. ഒരു വെബ് പേജിലുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റോ ടെക്സ്റ്റോ കണ്ടൻറ്റോ എന്തെങ്കിലും ആയിരിക്കാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ഡോക്യുമെൻറ്റിലേക്കോ അല്ലെങ്കിൽ സെയിം ഡോക്യുമെൻറ്റിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്കോ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് അഥവാ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. HTML ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. എ ടാഗിൽ എഴുതുന്ന കണ്ടൻ്റ് ആയിരിക്കും നമുക്ക് ലിങ്കായിട്ട് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എ ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന വൺ വേർഡാണ്. പിന്നെ എ ടാഗിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ് HREF. അതായത് എങ്ങോട്ട് പോകണം, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് പോകണം എന്നുള്ള സോഴ്സ് പറഞ്ഞു കൊടുക്കാനാണ് HREF, ഹൈപ്പർ റെഫറൻസ്. അതിൻ്റെ ഷോർട്ടാണ് HREF. അപ്പോൾ HREF എന്ന് പറയുന്നത് മെയിൻ ആട്രിബ്യൂട്ടാണ് എ ടാഗിൻ്റെ. അത് മീൻ ചെയ്യുന്നത് ഹൈപ്പർ റെഫറൻസ് എന്നാണ്. നമ്മൾ എങ്ങോട്ട് ആ URLനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു സോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HREF യൂസ് ചെയ്യുക. HREFൻ്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ URL ആയിരിക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട് എങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, എ ടാഗ് ഓപ്പൺ ചെയ്തു. എ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ആട്രിബ്യൂട്ട് എഴുതാണ് HREF =www.dhsckerala.gov.in. അത് കഴിഞ്ഞ് എ ടാഗ് മുഴുവനാക്കി നമ്മളത് എഴുതി. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി എന്നുള്ളൊരു ടെക്സ്റ്റ് എഴുതിയിട്ട് എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ഇതെങ്ങനെയാണ് വെബ് പേജിൽ കാണുക? വെബ് പേജിൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിങ്കായിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ http://www.dhsckerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളാണ്. എന്താണോ ലിങ്കിന് കാണിക്കേണ്ടത് അത് ഈ എ ടാഗിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആയിട്ടോ ഇമേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതിൻ്റെ HREFൻ്റെ ഉള്ളിൽ അതിൻ്റെ സോഴ്സും കൂടെ പറഞ്ഞു കൊടുത്താൽ മതി, URLും കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന എ ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്ന കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള URLിലേക്ക് പോവും. ഇവിടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, ടു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ വെബ് പേജ്. അപ്പോൾ ഫിഗർ നോക്കുക, ഫിഗർ 5.7 നോക്കുക. ഇതിൽ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്, കുറച്ച് ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്, അത് ഒരു പാരഗ്രാഫ് പോലെ എഴുതിയിരിക്കുകയാണ്. ലാസ്റ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ലിങ്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ബോഡിയിൽ ബീജ് കളർ കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് വരാനായിട്ട് H2 അലൈൻ ഈക്വൽ ടു സെൻറ്റർ ഹൈപ്പർ ലിങ്ക്സിന് ഹെഡിങ് കൊടുത്തു, H2 ക്ലോസ് ചെയ്തു. എന്നിട്ട് P ടാഗിലാണ് കണ്ടൻറ്റ് എഴുതിയിട്ടുള്ളത്. P ടാഗിൽ കണ്ടൻറ്റ് എഴുതി അവിടെ ഒരു BR പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൈൻഡ്ലി ക്ലിക്ക് ഓൺ ദിസ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് അത് താഴെ വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ലിങ്ക് കാണിക്കണം. അപ്പോൾ എന്താ വേണ്ടത്? ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് ലിങ്ക്. അപ്പോൾ എന്താ വേണ്ടേ? എ ടാഗ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ആട്രിബ്യൂട്ട് HREFൻ്റെ ഉള്ളിൽ URL കൊടുത്തു, എന്നിട്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് എഴുതി എ ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ലിങ്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് അവിടെ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതത് URLിലേക്ക് അത് പോകും. ഇനി ഹൈപ്പർ ലിങ്കിൽ പറയാനുള്ളത്, ഹൈപ്പർ ലിങ്ക്സ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ ലിങ്കുണ്ട്, രണ്ട് എക്സ്റ്റേണൽ ലിങ്കും ഉണ്ട്. ഇൻറ്റേർണൽ ഹൈപ്പർ ലിങ്കും എക്സ്റ്റേണൽ ഹൈപ്പർ ലിങ്കും ഉണ്ട്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ലിങ്കിങ്, അതുപോലെ എക്സ്റ്റേണൽ ലിങ്കിങ്. അപ്പോൾ ആദ്യം നോക്കാം എന്താണ് ഇൻറ്റേർണൽ ലിങ്കിങ്. ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയുന്നത്
ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുത്തു. ആ വെബ്സൈറ്റിൽ ഹോം, എബൌട്ട്, കോണ്ടാക്റ്റ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ മുകളിൽ കാണാനുണ്ട്. അതിൽ കോണ്ടാക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ് പേജിൻ്റെ ഏറ്റവും താഴെ പോകുന്നു. അല്ലെങ്കിൽ എബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ് പേജിൻ്റെ മിഡിൽ സെക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ അതിൻ്റെ താഴേക്കും മിഡിലേക്കും മുകളിലേക്കും ഒക്കെ പോകാനായിട്ടുള്ള ലിങ്ക് കൊടുക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയാം. എ ലിങ്ക് ടു എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദി സെയിം ഡോക്യുമെൻറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ ലിങ്കിങ്. സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ മറ്റുള്ള സെക്ഷനിലേക്ക് പോകാനുള്ള ലിങ്ക് കൊടുക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയാം. അപ്പോൾ ഇൻറ്റേർണൽ ലിങ്കിങ് എങ്ങനെ കൊടുക്കും? ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ ടാഗിൽ നെയിം ഈക്വൽ ടു ഇൻട്രൊഡക്ഷൻ, അതുപോലെ അടുത്ത എ ടാഗിൽ നെയിം ഈക്വൽ ടു എയർ പൊല്യൂഷൻ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെക്ഷൻസ് ആണ്. ഇൻട്രൊഡക്ഷനിലേക്ക് പോകണം, എയർ പൊല്യൂഷനിലേക്ക് പോവാൻ, അങ്ങനെ പോകാനായിട്ടുള്ളൊരു സെക്ഷനാണ് നെയിം വെച്ചിട്ട് നമ്മൾ കൊടുക്കണേ. ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്താ ചെയ്യണ്ടേ? താഴത്തെ എക്സാമ്പിൾ നോക്കുക. HREF ഈക്വൽ ടു #ഇൻട്രൊഡക്ഷൻ, എ ടാഗിൽ HREF ഈക്വൽ ടു #എയർ. അങ്ങനെ നമ്മൾ ലിങ്കുകൾ കൊടുക്കുമ്പോൾ ഗോ ടു ഇൻട്രൊഡക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയിം ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഏത് സെക്ഷനാണുള്ളത് അങ്ങോട്ടേക്ക് പോകും. അതേപോലെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ #എയർ എന്നല്ലേ HREFൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എയർ എന്ന പേര് നെയിം ഈക്വൽ ടു എയർ എന്ന് കൊടുത്തിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ആ സെക്ഷൻ എന്താണോ അവിടേക്കാണ് പോവുക. ഇങ്ങനെയാണ് ഇൻറ്റേർണൽ ലിങ്കിങ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം നോക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. പ്രോഗ്രാമിലെ ഫിഗർ 5.8 നോക്കുക. ഒരു ഹെഡിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു സബ് ഹെഡിങ് ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് പാരഗ്രാഫ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും. അപ്പോൾ ഇത് എയർ പൊല്യൂഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ താഴെ ഭാഗത്തേക്ക് എയർ പൊല്യൂഷൻ എന്നുള്ള ഏതെങ്കിലും സെക്ഷനിലേക്ക് പോകും. അതുപോലെ വാട്ടർ പൊല്യൂഷൻ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പൊല്യൂഷൻ്റെ സെക്ഷനിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ബോഡി ടാഗിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഹെഡിങ് H2ൽ അലൈൻ ഈക്വൽ ടു സെൻറ്റർ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഹെഡിങ്. അത് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു സബ് ഹെഡിങ് ആണ്, അത് ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ലിങ്കായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എ ടാഗിൽ നെയിം ഈക്വൽ ടു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. B ടാഗിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. B ടാഗ് ക്ലോസ് ചെയ്തു, എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇൻട്രൊഡക്ഷന് ഒരു ലിങ്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് പാരഗ്രാഫ് തുടങ്ങുകയാണ്. അതിൽ E എന്ന് പറയുന്ന ക്യാപിറ്റൽ E എന്ന് പറയുന്ന ലെറ്റർ ഒരു ക്യാപിറ്റൽ ലെറ്ററായിട്ട് ബോൾഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഫോൺ സൈസും കൂടുതലാണ് അല്ലേ, സൈസ് വലുതാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ, P ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഫോൺ ടാഗ് ഓപ്പൺ ചെയ്ത് സൈസ് ഈക്വൽ ടു 15 കൊടുത്ത് E മാത്രം എഴുതിയിട്ട് ഫോണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ E എന്ന് പറയുന്ന ലെറ്ററിന് മാത്രം സൈസ് എത്ര 15 ആക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാരഗ്രാഫ് അവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിങ്കുകളുണ്ട് അല്ലേ, എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ലിങ്കുകളുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. HREF ഈക്വൽ ടു #എയർ എന്നിട്ട് എയർ പൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, എ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, കോമ. അടുത്ത ലിങ്ക് HREF ഈക്വൽ ടു #വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്, വാട്ടർ പൊല്യൂഷൻ എഴുതി എ ടാഗ് ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള പാരഗ്രാഫ് അവിടെ കണ്ടിന്യൂ ചെയ്തു, P ടാഗ് ക്ലോസ് ചെയ്തു. ഇനി എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ വേറെ ഉണ്ട്, വേറെ ആ വെബ് പേജിൽ തന്നെ താഴെ ഭാഗത്തുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാണ്. എ ടാഗ് ഓപ്പൺ ചെയ്ത് നെയിം ഈക്വൽ ടു എയർ എന്ന് കൊടുത്തു, B ടാഗിൽ എയർ പൊല്യൂഷൻ എഴുതി. എന്നിട്ട് P ടാഗിൽ അതിൻ്റെ എന്താണ് എയർ പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, P ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അടുത്തത് വാട്ടർ പൊല്യൂഷൻ്റെ സെക്ഷനാണ്. എ ടാഗിലെ നെയിം ഈക്വൽ ടു വാട്ടർ എന്ന് എഴുതി, B ടാഗിലെ വാട്ടർ പൊല്യൂഷനെ ബോൾഡ് ചെയ്തിട്ടുണ്ട്, എ ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് P ടാഗിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി, P ടാഗ് ക്ലോസ് ചെയ്തു. ലാസ്റ്റ് എ ടാഗിൽ HREF ഈക്വൽ ടു #ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ട്, ഗോ ടു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ലിങ്ക്, അത് മുകളിലേക്ക് പോകാനായിട്ടുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ നെയിം എന്ന് വെച്ചിട്ട് ഇൻട്രൊഡക്ഷൻ്റെ ആ ഒരു സെക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നെയിം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് HREF എന്ന് പറഞ്ഞിട്ട് #എയർ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് എയർ പൊല്യൂഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം ഈക്വൽ ടു എയർ എവിടെ വെച്ചിട്ടുള്ളത്, എയർ പൊല്യൂഷൻ്റെ ഭാഗത്ത് അല്ലേ, അവിടേക്കാണ് പോവുക. അതേപോലെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ടർ പൊല്യൂഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ
ഹാഷ് വാട്ടർ എന്ന് പറഞ്ഞിട്ടാണ് റെഫറൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നെയിം ഈക്വൽ ടു വാട്ടർ എവിടെയാണെന്ന് നോക്കും. നെയിം ഈക്വൽ ടു വാട്ടർ ഏത് ഭാഗത്തെ വെച്ചിട്ടില്ലേ നോക്കും, അങ്ങോട്ടാണ് ലിങ്ക് പോവുക. അപ്പോൾ HREF എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഹാഷ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു URL അല്ലെങ്കിൽ ആ ഒരു പോവേണ്ട ആ ഒരു ലിങ്ക് ആ സെയിം ലിങ്കിൻ്റെ നെയിം വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഇപ്പം HREF ഈക്വൽ ടു ഹാഷ് എയർ എന്നാണെന്നുണ്ടെങ്കിൽ എയിൽ തന്നെ നെയിം ഈക്വൽ ടു എയർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ നെയിം ടാർഗറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ HREFും നെയിമും ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്തിട്ടാണ് ഇൻറ്റേർണൽ ലിങ്ക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ ലിങ്കിങ്. എക്സ്റ്റേണൽ ലിങ്കിങ് നോർമലി നമ്മൾ കാണുന്ന ലിങ്ക്, അതായത് വെബ് പേജിൽ ഒരു കണ്ടൻറ്റോ എന്തെങ്കിലും ടെക്സ്റ്റോ ഇമേജോ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ പേജിലേക്കൊക്കെ പോവില്ലേ, അതിനെയാണ് എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ദ ലിങ്ക് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ലിങ്കിങ്. അത് നോർമലി നമ്മളുടെ URL കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പം മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, URL കൊടുത്ത് എഴുതുന്ന പോലെയാണ് എക്സ്റ്റേണൽ ലിങ്കിൻ്റെ കോഡ് എഴുതുന്നത്. ഇനി കോൺസെപ്റ്റ് ഓഫ് URL എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അതായത് URL എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? വെബ് അഡ്രസ്സ് ആണ് മീൻ ചെയ്യുന്നത്. ഏത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു വെബ് അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട് ഫുൾ ഫോം. അപ്പോൾ ഫുൾ ഫോം നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ URLന് രണ്ട് ടൈപ്പ് URLs ഉണ്ട്. റിലേറ്റീവ് URL ഉണ്ട്, അതുപോലെ തന്നെ അബ്സല്യൂട്ട് URL ഉണ്ട്. നമ്മൾ നോർമലി എഴുതുന്ന URL ഇല്ലേ, http://www. എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ലേ ടാഗിൽ, ആ കൊടുക്കുന്ന അതായത് ശരിക്കുള്ള വെബ് അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ എഴുതുന്ന ലിങ്ക് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു URLനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് URL. കാരണം അത് സ്പെസിഫിക് URL ആണ് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള URLനെ നമ്മൾ അബ്സല്യൂട്ട് URL എന്ന് പറയുന്നു. അതുപോലെ റിലേറ്റീവ് URL എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പേജിലേക്കാണ് പോകേണ്ടത്, വെബ് പേജിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ വെബ് പേജിൻ്റെ പേര് കൊടുത്താൽ മതി. ഇപ്പോൾ ഇമേജ് ഡോട്ട് ഇവിടെ തന്നിട്ടുണ്ട്, HREF ഈക്വൽ ടു image.html എന്ന് കൊടുക്കുകയാണെങ്കിൽ image.html എന്ന് പറയുന്ന വെബ് പേജ് ഏതാണോ ആ പേജിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന പേര്, അതായത് ഒരു പേജിൻ്റെ പേരായിട്ട് കൊടുക്കുന്നതിനെ ആ ഒരു URLനെ പറയുന്ന പേരാണ് റിലേറ്റീവ് URL. അങ്ങനെ രണ്ട് ടൈപ്പ് URLs ഉണ്ട്, അബ്സല്യൂട്ടും റിലേറ്റീവും.